ഓൺ ചെയ്യാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു കയ്യടി വിചാരിച്ചില്ല. എത്ര നല്ലൊരു എന്താണ് ആശയം എന്നുള്ളതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് സാർ എല്ലാ ഭാഗവും കവർ ചെയ്തു. എല്ലാ എന്താ പറയുക, കീസോൾ മാത്രമേ സാർ അധികം പറയാനേ ഉള്ളൂ. കാരണം കീസോളിൽ കോസ്മെറ്റിക്സ് ആണ്, ഇതിനകത്തുള്ളത് അധികം പറയേണ്ട ആവശ്യമില്ല. ഇന്നർവേഴ്സ് ഒക്കെ ഉള്ളത് ബാക്കി എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ബാക്കി എല്ലാ സെക്ഷനും പെയിന്റ് സാറ് എല്ലാ സെഗ്മെന്റും സാർ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ഷൂ അങ്ങനെ കാര്യം കുറെ സ്റ്റേഷനറി ഐറ്റംസ്, ബുക്സ്, ബാഗ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക്. ഏതായാലും ഇത്രയും നല്ല ഒരു ക്ലാസ് വന്നതിന് സാർ പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്ക് ഇതിന്റെ അടുത്ത എങ്ങനെയാണ് നമ്മുടെ പോക്കറ്റിലേക്ക് എത്താന്നുള്ളത് അതാണല്ലോ എല്ലാവർക്കും അറിയേണ്ടത്. നമ്മുടെ നമ്മുടെ അമൃത സാറിനെ വിളിക്കുന്നു. അതാണ് വേണ്ടത്. നമുക്കൊന്നുകൂടി കയറി ഇരുന്നാലോ മാഡം പ്ലീസ്. സാറിന് അവിടെ പോയി ഇവിടെ നിന്നോളൂ. പണം വേണ്ടേ, കാശ് വേണ്ട. ഫോൺ പേര് പറഞ്ഞു അമൃതിലാൽ, കോഴിക്കോട് കുന്നമംഗലം സ്വദേശമാണ്. ഒരു വ്യക്തി അദ്ദേഹത്തെ പോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സിമ്പിൾ. ഒരു വ്യക്തി ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 90% ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടാ സാറേ? അല്ലേ, കാശ് ഉണ്ടാക്കാനാണ്. എന്നാൽ പിന്നെ നമ്മളിപ്പോ സാധാരണക്കാരൻ പറയാണ് കാശ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊരു ചമ്മലോ ഒരു നാണക്കേടോ അല്ലേ? സാറിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു? എന്തായിരുന്നു? എന്തിലാ? സെയിൽസിലാണ്. ഓക്കെ. ഞാനൊരു 8 വർഷം ഡയമണ്ട്സിന്റെ ഫീൽഡായിരുന്നു. ഡയമണ്ട് ലോകത്തിന് ഏറ്റവും അല്ലെ, അതിനപ്പുറത്തേക്ക് ഒരു മൂല്യമുള്ള ഒരു സാധനം ലോകത്തിന് വേറെ ഇല്ല. എന്നാൽ അതിനേക്കാൾ വലിയൊരു മൂല്യമുള്ള ഒരു സംഗതിയാണ് RCM എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ സമയത്തെ ശക്തമായി ഏറ്റെടുത്തു. കഴിഞ്ഞ 3 വർഷം ആയി ഞാൻ ഇത് എൻ്റെ ഒരു പ്രൊഫഷനാണ്. RCM ഒരു പ്രൊഫഷൻ നെറ്റ്വർക്കറായിട്ട് ഞാൻ ഈ സമയത്ത് ഏറ്റെടുക്കുന്നതാണ്. നാട്ടില് ഇഷ്ടംപോലെ നെറ്റ്വർക്ക് കമ്പനികളുണ്ട്. 450-ലധികം കമ്പനീസ് ഇന്ത്യയിലുണ്ട് നെറ്റ്വർക്ക്. പൊതുവെ ആളുടെ ഒരു ധാരണ എന്താ വെച്ചാൽ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു ലോട്ടറിയാണ് നെറ്റ്വർക്ക്, ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ച് കിട്ടുന്ന പണമാണ് എന്നൊക്കെ ഒരു നെറ്റ്വർക്ക് കേട്ടാൽ ആകെ ചെറിയ മടിച്ചിലാണ്. നിങ്ങൾ പലരും അങ്ങനെ കേട്ടിട്ടുണ്ടാവും. പല നെറ്റ്വർക്ക് ചെയ്ത് പണം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടപ്പോൾ ആരും പറയില്ലല്ലേ, പുറത്ത് പറയില്ല, മിണ്ടാതിരിക്കും. പക്ഷെ ഈ ഒരു RCM സംവിധാനം ജസ്റ്റ് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു സംഗതി മാത്രമല്ല, നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ്. ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് പോലും നാട്ടിൽ പറഞ്ഞുതരാൻ സംവിധാനമില്ല. ഇവിടെ RCM ഒരു, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ വേണുസാർ പറഞ്ഞു, RCM ഒരു ജീവിത രീതിയാണ്. അപ്പോൾ ആ ഒരു ജീവിത രീതി ഒന്ന് മാറ്റം വരുത്തുന്നതിലൂടെ നമുക്ക് ക്വാളിറ്റിയുള്ള ജീവിത രീതി, ഭക്ഷണം നമുക്ക് കഴിക്കാം, നല്ല ക്വാളിറ്റിയുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒപ്പം ബ്രാൻഡ് ഒന്ന് മാറ്റി യൂസ് ചെയ്യുക വഴി നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് വെച്ചാൽ പൊതുവിപണിയിൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ പരസ്യമോ ഇടനിലക്കാരോ ഇല്ലാത്തതുകൊണ്ട് 40% വിലക്കുറവിൽ കിട്ടുന്നു. സാറിന് ഏത് ടൂറിസ്റ്റ് വിളിച്ച് പർച്ചേസ് തേച്ചില്ലേ? കോൾഗേറ്റ് 100 ഗ്രാമിന് ഇന്നത്തെ റേറ്റ് 69 രൂപയാണ്. ഹെർബൽ ടൂത്ത്പേസ്റ്റ് 95 രൂപ. ഞാൻ കോൾഗേറ്റ് എടുത്ത് പറയാൻ കാരണം കോമൺ ആയിട്ട് ചെറുപ്പം വരെ പരസ്യമുണ്ട്, ഇപ്പോഴും പരസ്യമുണ്ട്. ഹെർബൽ ടൂത്ത്പേസ്റ്റ് വരുന്നത് 100 ഗ്രാമിന് 95 രൂപയാണ്. ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന കെമിക്കൽ കണ്ടന്റിന്റെ അളവ് വളരെയധികം കുറവാണ് RCMൽ. എന്താണ്, നമുക്ക് ബോണസ് ഇല്ല, ജെലാറ്റിൻ ഇല്ല, ഫ്ലൂറൈഡ് ഇല്ല. ഇവിടെ ഹെർബൽ ടൂത്ത്പേസ്റ്റിന് MRP 60 രൂപയുള്ളൂ. ഈ സമയത്തിൽ അസോസിയേറ്റ് ചെയ്താൽ അത് 43 രൂപയായി കുറഞ്ഞു. കാരണം നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. RCMൽ അസോസിയേറ്റ് ചെയ്ത വ്യക്തികൾ ഡിസ്ട്രിബ്യൂട്ടറാണ്. സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയി നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക MRP യിലാണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസിലാണ്. കാരണം നമ്മൾ അവിടെ ഒരു ഉപഭോക്താവാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ RCMലോ നമ്മൾ 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒന്നാമത്തെ അവസരം.
രണ്ടാമത്തേത്, പല സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ സാധനം വാങ്ങിക്കുന്നുണ്ട്. ഏതെങ്കിലും കടക്കാർ നമുക്ക് നീ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഒരു 5 രൂപ പ്രോഡക്റ്റ് ഫ്രീ ഇരിക്കേണ്ടത് ആരെങ്കിലും തരുമോ? തരില്ല. ഇവിടെ നമ്മൾക്ക് നമ്മൾ വാങ്ങിക്കുന്നതിന്റെ ഉൽപ്പന്നത്തിന്റെ ആനുപാതികമായിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും 12 മുതൽ 24% വരെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നു. ആ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാം. ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സാധനം. കഴിഞ്ഞ മാസം എനിക്ക് 5500 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിരുന്നു. എനിക്ക് മാത്രമല്ല, ധാരാളം ആൾക്കാർക്ക് ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടി. ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എവിടെ കിട്ടും? ഫ്രീ ആയിട്ട്. അപ്പം ഇതിന്റെ ഒരു അവസരം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ കടയിൽ നിന്ന് മാറ്റി ബ്രാൻഡുകൾ മാറ്റിയാൽ മാത്രം മതി നമുക്ക് കിട്ടാവുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി. ക്വാളിറ്റി, വിലക്കുറവ്, ഫ്രീ പ്രൊഡക്റ്റ് അല്ലെ? ഓണം, വിഷു ഒക്കെ വരുന്ന സമയത്ത് പല സൂപ്പർ മാർക്കറ്റിലും എന്തുണ്ട് അല്ലെ? ജനത്തിരക്കാണ്. കാരണം അവിടെ ഡിസ്കൗണ്ട്, മറ്റെന്തെങ്കിലും ഒരു ഓഫർ, അത് താൽക്കാലികം മാത്രം. പക്ഷെ ഇവിടെയോ ലൈഫ് ലോങ് നമുക്ക് ആജീവനാന്തം ഉൽപ്പന്നങ്ങൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഒരു സംവിധാനമാണ് RCM. ഇനി നമുക്ക് ഇതിലൂടെ ആത്യന്തിക ലക്ഷ്യം ഏതൊരു, നമുക്കൊരു 4 ടൈപ്പ് ഇൻകം ഉണ്ട് RCM. ആ 4 ടൈപ്പ് ഇൻകം ഇൻഡസ്ട്രി അല്ലേ, ടൈറ്റൽ കേറേണ്ടി വരും. ഒന്നാമതാണ് സെൽഫ് യൂസ്. വീട്ടിലേക്കുള്ള സാധനം വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഓൾറെഡി പൊതുമാർക്കറ്റിനേക്കാൾ 40% വിലക്കുറവിലാണ് നമുക്ക് ഉൽപ്പന്നം കിട്ടുന്നത്. ഈ സംവിധാനത്തിൽ അസോസിയേറ്റ് ചെയ്താലോ 20% വീണ്ടും കുറയും. കാരണം നമ്മൾ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുക. രണ്ടാമത്താണ്, നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങി വിൽക്കാം, സെയിൽ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് റീറ്റെയിൽ ചെയ്യാം. പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. നമുക്ക് കഴിയില്ലായിരിക്കാം, പക്ഷെ കഴിവുള്ള ആൾക്കാരോട് നമുക്ക് കണ്ടെത്താം. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന നിരവധി ആളുകളുടെ സമൂഹത്തിൽ ഒരു അവസരത്തിന് വേണ്ടി, ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാർ. അവരിലേക്ക് ഈ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി, വില വ്യത്യാസം, ഫ്രീ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? അവരിത് വാങ്ങും, ഇത് യൂസ് ചെയ്യും. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതെ ഒരാളും ഇതിലേക്ക് കടന്നു വരില്ല. നല്ല മുളപ്പിച്ച് പൊടിച്ച ആട്ട, നല്ല ചായപ്പൊടി, ഇതൊക്കെ ആൾക്ക് പരിചയപ്പെടുത്തുക. ആ ക്വാളിറ്റി, വിലക്കുറവ് മാത്രം പറഞ്ഞിട്ട് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആ വിലക്കുറവും ക്വാളിറ്റിയും പറയുക, ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് പരിചയക്കാരായിട്ടുള്ള ആളുകൾ ചോദിക്കും, എന്താ ചോദിക്കുക? ആ നിനക്ക് ഇപ്പൊ എന്താ പരിപാടി? അവിടെ കഴിഞ്ഞു, അവിടെ ഇതല്ലേ നമ്മുടെ ഗ്യാസ് മുഴുവൻ അവിടെ പോയി. പക്ഷേ 2000-ലാണ് RCM സ്റ്റാർട്ട് ചെയ്തത്. 2000 ഓഗസ്റ്റിൽ രാജസ്ഥാനിലെ ബിൽവാരയിൽ 2000-ൽ RCM സ്റ്റാർട്ട് ചെയ്തു. 2005-ൽ ഇത് കേരളത്തിൽ വന്നു. 2005-ൽ ഇത് കേരളത്തിൽ വരുന്ന സമയത്ത് 10 താഴെ പ്രൊഡക്റ്റേ ഉള്ളൂ. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഷോപ്പ് മാവ് റോഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 100 സ്ക്വയർ ഫീറ്റിൽ 10 താഴെ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ ഗോപമോഹൻ സാറ്, സുജിത് സാറ്, കുറച്ച് ആളുകൾ ചേർന്നിട്ട് മാവ് റോഡിൽ ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഫ്യൂച്ചർ, നെറ്റ്വർക്കിന്റെ സാധ്യത, ദൂരക്കാഴ്ച, ലോങ് വിഷനുള്ള ആളുകൾ നേരത്തെ മാറും. മാറ്റത്തെ നേരത്തെ കാണുന്ന ആൾക്കാർ മാറാൻ തയ്യാറായി. അതുകൊണ്ട് 2005-ൽ ഈ സംവിധാനം സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഈ ഒരു സംവിധാനത്തിൽ വിജയിച്ച ആളുകളില്ല. ഉൽപ്പന്നങ്ങൾ ചോദിച്ചാൽ കൊടുക്കാൻ വേറെ ഷോപ്പില്ല. രാജസ്ഥാനിലെ ബിൽവാരയിൽ ചെന്നിട്ട് പ്രൊഡക്റ്റ് എടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന് വീട് വീടാന്തരം കയറി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി ആ ഒരു രീതിയിൽ ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ 5000-ലധികം പ്രൊഡക്റ്റ് ഉണ്ട് RCM. ഓരോ ദിവസം പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാം. എത്ര പ്രൊഡക്റ്റ് ഉണ്ടെന്ന് എണ്ണിയേ തീരില്ല. അത്രയധികം പ്രൊഡക്റ്റ് ഓരോ ദിവസം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് സ്വയം ഫീൽ ചെയ്യണം. അതിനാണ് നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് 100% ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം. താൽക്കാലിക ഒരു ലാഭത്തിന് വേണ്ടിയിട്ടോ ചില്ലറ ലാഭത്തിന് വേണ്ടിയിട്ടോ ഒരു തരത്തിലും കളവ് പറയാൻ പാടില്ല. 100% സത്യസന്ധരായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സമയത്തിൽ വിജയിക്കാൻ കഴിയൂ. നിങ്ങൾ ആദ്യം 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കണം. ആ പ്രൊഡക്റ്റിന്റെ നമ്മൾ ഉപയോഗിച്ചതിന്റെ ഫീലിംഗ് ആണ്
ആളുകളോട് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, നമ്മൾ ഉപയോഗിച്ചു, ആളുകൾക്ക് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആളുകളുടെ എന്താണ് കസ്റ്റമേഴ്സ് നെറ്റ്വർക്കാണ് നമ്മൾ ആളുകളെ ഡെവലപ്പ് ചെയ്യേണ്ടത്, ബിസിനസ് നെറ്റ്വർക്ക് അല്ല. പല ആൾക്കാരും ചിന്തിക്കുക എന്താണ്, ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത് ആദ്യം വേണ്ടത് ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. പരിചയക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ. ഈ ബന്ധുക്കളൊന്നും ഒരു കാരണവശാലും നമ്മളോട് പറഞ്ഞൊന്നും കേൾക്കില്ല, പക്ഷേ നമുക്കൊരു എക്സ്പീരിയൻസാണ്. ഇതൊരു ലോങ് പ്രോസസ്സിംഗ് ആണ്, താൽക്കാലികമായിട്ട് കാശുണ്ടാക്കുന്ന ഒരു സംവിധാനമല്ല ഇത്. ഈ ഒരു സംവിധാനത്തെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ആളുകളോട് പറയുന്നതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഈ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സും. അങ്ങനെ ആ റിലേറ്റീവ്സിനോട് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങും, ഉപയോഗിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യില്ല. വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല, അത് നമ്മൾക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഈ ഒരു സംവിധാനത്തിൽ 21 വിജയപ്പടവുകളുണ്ട്. ഈ ഒരു സംവിധാനത്തിൽ ബിഗിനർ മുതൽ സ്റ്റാർ ഡയമണ്ട് വരെ. 2002 ഈ ഒരു സംവിധാനത്തിൽ അസോസിയേറ്റ് ചെയ്ത വ്യക്തി 2009 21ാമത്തെ പിൻ ലെവൽ അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംവിധാനത്തിൽ അസോസിയേറ്റ് ചെയ്ത വ്യക്തിയാണ് സതീഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി. സതീഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി 20 വർഷങ്ങൾക്ക് മുമ്പ് ആസിമിൽ അസോസിയേറ്റ് ചെയ്തു. ഒരു 4-4.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നമ്മുടെ എല്ലാ വർഷവും നമുക്ക് ആനിവേഴ്സറി സെലിബ്രേഷൻ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ആ സ്റ്റേജിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം മരിച്ചിട്ടില്ല, എല്ലാ മാസവും 6-ാം തീയതി ഒരു 10 ലക്ഷം രൂപയായിട്ട് വീട്ടിലേക്ക് വരും. അതാണ് ദ പവർ ഓഫ് നെറ്റ്വർക്ക്. നമ്മൾ ഒരു പ്രാവശ്യം ഒരു തവണ ചെയ്ത ആ ഒരു പ്രവൃത്തി ആജീവനം നമ്മൾക്കും അടുത്ത തലമുറയ്ക്കും കിട്ടുന്ന വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നാട്ടിൽ ഇഷ്ടംപോലെ നെറ്റ്വർക്ക് ഉണ്ട്. ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ് നമുക്ക് പറ്റിയ കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കാം, നമുക്ക് ആ ഒരു കമ്പനി പറ്റോ ഇല്ലേ എന്നുള്ളത് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങളായിരിക്കണം, അത് റീസണബിൾ പ്രൈസ് ആയിരിക്കണം, ഏതൊരു സാധാരണക്കാരൻ്റെയും പോക്കറ്റിന് താങ്ങാൻ പറ്റുന്ന വിലയായിരിക്കണം. മൂന്നാമത്തേത്, ഈ മാസം വാങ്ങിയ ഉൽപ്പന്നം അടുത്ത മാസവും വാങ്ങിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സംവിധാനം നെറ്റ്വർക്ക് മുന്നോട്ട് പോകുള്ളൂ. എന്നാൽ പല കമ്പനികളും 100 രൂപയുടെ സാധനത്തിൽ 1000 രൂപ വാങ്ങിക്കും. ചില കമ്പനികളുടെ ടൂത്ത് പേസ്റ്റ് 150-200. എന്നാലൊരു കൊറിയൻ കമ്പനി പറഞ്ഞു പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ സമയം കേട്ടോ. ഞാൻ എന്താണ് ടൂത്ത് പേസ്റ്റ് ഒക്കെ എന്താ വില? ടൂത്ത് പേസ്റ്റിൻ്റെ വില നോക്കണ്ടാവും. ടൂത്ത് പേസ്റ്റിൻ്റെ വില 1500 രൂപയാണ്. ഒരു ടൂത്ത് പേസ്റ്റിന് 1500 രൂപ. അപ്പം യഥാർത്ഥ ഒരു ബിസിനസ് നമുക്ക് പറ്റും എന്ന് തോന്നുന്നെങ്കിൽ അത് ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി വേണം, വിലക്കുറവ് വേണം. ഈ മാസം വാങ്ങിയ ഉൽപ്പന്നം അടുത്ത മാസം വാങ്ങിക്കാൻ കഴിയുന്നതായിരിക്കണം. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സംവിധാനത്തിൻ്റെ ആർസിമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ ഇവിടെ കിട്ടുന്നേക്കാൾ ക്വാളിറ്റിയിലും വിലക്കുറവിലും കിട്ടുന്ന സംവിധാനമാണ് ആർസിമിൻ്റെത്. അപ്പം നമ്മൾ 100% പ്രോഡക്റ്റ് ഉപയോഗിച്ചു, ലിസ്റ്റ് ഉണ്ടാക്കി, ആളുകൾക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറായി. നമുക്കറിയാവുന്ന ഒരു 10-30 പേരെ ഭയന്നിട്ടാണ് പല ആളുകളും ഈ സംവിധാനം ഏറ്റെടുക്കാൻ തയ്യാറാവുന്നത്. നാണക്കേട്, ചമ്മല്, ഈ സംഗതികൾക്കൊന്ന് മാറ്റിവെച്ചാൽ ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് RCM. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് കോടികളുടെ ബിസിനസ് ചെയ്യാം. ഞാൻ ഒരു മാസം ഒരു 17 ലക്ഷം രൂപയുടെ ബിസിനസ് ഒരു മാസം ചെയ്യേണ്ടത്. ഇവിടെ ഓഫീസ് വേണ്ട, നമുക്ക് ടെൻഷൻ ഇല്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് ഷെയർ ചെയ്തു, ഉൽപ്പന്നങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ടീമിൽ. അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നമാണ്, പ്രൊഡക്റ്റാണ് കടയിൽ ചെന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ അത് എൻ്റെ കൂടി ബിസിനസ്സാണ്. അതാണ് ഇതിൻ്റെ ഒരു സാധ്യത. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മന്ത്ലി ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വർഷം മതി. ഒരൊറ്റ വർഷം ഈ സിസ്റ്റത്തിന് ഭാഗമാകുക. നിങ്ങളോട് ആരാണോ ആർസ്യം പറയുന്നത് ആ വ്യക്തിയെ ഒരു ദിവസം അങ്ങോട്ട് വിളിക്കുക. കാരണം നിങ്ങളുടെ ഓരോ ആളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു ജോലി ചെയ്താൽ ആജീവനാന്തം ആ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ, വരുമാനത്തിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു 1-2 കോടി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3% ഇൻട്രസ്റ്റ് കിട്ടും. ഒരു 2 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്ലി ഒരു 30,000 രൂപ കിട്ടും. പക്ഷെ അത് പണമുള്ളവരെ നടക്കുള്ളൂ. പണം ഇല്ലാത്ത ഒരാളാണെങ്കിലോ നമ്മൾ ഈ ഉറവ്
അല്ലേ? ഉറവെന്നല്ലേ പറയും, വെള്ളം ഒലിച്ചു വരുന്നതിന്. ഉറവ്. അതുപോലെ പണം വന്നുകൊണ്ടേയിരിക്കും നെറ്റ്വർക്കിൽ. ഇപ്പോൾ വേണു സാർ ആണെങ്കിലും ഞാനാണെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ പോലും അക്കൗണ്ടിൽ പണം വന്നുകൊണ്ടിരിക്കും. കാരണം എന്താണെന്നറിയോ? പല്ല് തേക്കാത്തവരില്ല, കുളിക്കാത്തവരില്ല, ഭക്ഷണം കഴിക്കാത്തവരില്ല. നമ്മൾ ഒരു തവണ പരിചയപ്പെടുത്തിയ ആളുകൾ അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാനാണ് ഈ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നത്. അവരുടെ ഡ്രീമാണ്, അത് നമ്മുടെ ഇവിടെ ബിസിനസ്സാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി. മൂന്നാമതാണ് ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ജ്യോതിഷ് സാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഷോപ്പ്. നാലാമത്തേതാണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് വാങ്ങി ആളുകൾക്ക് സെല്ല് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ബേസ് മാത്രമാണ്, ലൈഫ് ലോങ് സെല്ലിംഗ് അല്ല. നമ്മൾ ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുത്ത് ഒരു ബിസിനസ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് പ്രൊഡക്റ്റ് സെല്ലിംഗ്. യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റ് അല്ല നമ്മൾ സെല്ല് ചെയ്യുന്നത്, ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ആട്ട പരിചയപ്പെടുത്തി, അവർ ആട്ട ഉപയോഗിച്ചു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ പ്രൊഡക്റ്റ് പ്രൈസ് കമ്പയർ ചെയ്തു, ക്വാളിറ്റി കണ്ടു, അവരത് വീണ്ടും വീണ്ടും വാങ്ങിക്കും. നമ്മൾ ഒരു പ്രാവശ്യം പരിചയപ്പെടുത്തിയാൽ മതി. പല സൂപ്പർ മാർക്കറ്റിൽ നിന്നും നമ്മൾ സാധനം വാങ്ങിക്കുന്നുണ്ട്, കട മാറ്റി ബ്രാൻഡ് മാറ്റി ഉപയോഗിക്കുക വഴി കിട്ടാവുന്ന ഓപ്പർച്യൂണിറ്റി അവരോട് ഷെയർ ചെയ്താൽ അവർ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തു. അങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു. അവർക്ക് നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, അവർ ഇത് ചെയ്യാൻ തുടങ്ങുന്നു. അതിലൂടെ ഒരു കസ്റ്റമേഴ്സ് നെറ്റ്വർക്ക് രൂപപ്പെട്ടു. കസ്റ്റമേഴ്സ് നെറ്റ്വർക്ക്, ഇപ്പോൾ 10 പേര് കസ്റ്റമേഴ്സ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അതിലൊരു 2 പേര് ഈ ഒരു സംവിധാനത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡേഴ്സായിട്ട് മാറും. അങ്ങനെ ആ ഒരു ലീഡേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ വളരെയധികം ഈസിയാണ്. ഇവിടെ നമുക്കൊരു ബിസിനസ് സ്ലാബ് ഉണ്ട്. സമയം ഉണ്ടാവില്ലേ? ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് സമയം ഉണ്ടാവില്ലേ? ആ ബിസിനസ് സ്ലാബ് നമുക്ക് വരുന്നത്, സാറേ സമയം ഉണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ ഒരു ബിസിനസ് ലാബ്. നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ഓരോ പർച്ചേസ് കൂടിയാണ്. ഇപ്പോൾ വല്യങ്ങാടിയിൽ നിന്നും പ്രൊഡക്റ്റ് എടുത്ത് അങ്ങാടിയിൽ ബിസിനസ് ചെയ്യുന്ന കച്ചവടക്കാരുണ്ടല്ലോ, അല്ലെ? മസാല കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, വാങ്ങിയ വിലയും വിറ്റ് വിലയും തമ്മിലുള്ള അനുപാതമാണോ ലാഭം? അവർക്ക് എന്താണ്? ആ വാങ്ങിയ വിലയും വിറ്റ് വിലയും തമ്മിലുള്ള അനുപാതം മാത്രമേ. അതിൽ തന്നെ ഒരു ലക്ഷത്തിന് ഇപ്പോൾ ഒരു 15% കമ്മീഷൻ ഉണ്ടെങ്കിൽ അവിടെ റൂമിന് വാടക ഉണ്ട്, സ്റ്റാഫിന് സാലറി ഉണ്ട്, ഇതൊക്കെ കൊടുക്കണം. ഇവിടെ നമുക്ക് 1 ലക്ഷം രൂപേൻ്റെ, എത്ര ലക്ഷം രൂപേൻ്റെ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ എന്ത് വേണ്ട? നമുക്ക് ഷോപ്പ് വേണ്ട, മറ്റ് നൂലമാലകളൊന്നും തന്നെ ഇല്ല. ഇവിടെ നമ്മുടെ ആട്ടയാണെങ്കിൽ നമുക്ക് 108 ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരുന്നത്. MRP 138. ആശീർവാദിന് ആട്ട 148. 108 വാങ്ങിയ ആട്ട നമുക്ക് MRP 138 സെല്ല് ചെയ്താലും വാങ്ങുന്ന ആളെ സംബന്ധിച്ച് ഒന്ന് ലാഭകരം, 2 അത്രയും ക്വാളിറ്റി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വേറെ ഇല്ല. ഇവിടെ നമുക്ക് ആ ഒരു പർച്ചേസ് വോളിയം, അതായത് ഓരോ ഉൽപ്പന്നത്തിൻ്റെയും
നീക്ക് പോക്ക് ചെലവുകൾ കഴിഞ്ഞിട്ട് ലാഭം കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള തുകയ്ക്ക് പറയുന്ന ഒരു പേരാണ് PV, പർച്ചേസ് വോളിയം. അപ്പം ഇവിടെ നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ വില വ്യത്യാസം അല്ലാതെ നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന ഒരു പണമുണ്ട്. ആ പണത്തിന്റെ സ്ലാബാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിച്ചു. ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ളത് എന്താണ്, കുറച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ലിസ്റ്റ് ഉണ്ടാക്കി ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഹോം ഷോപ്പ് അല്ലെങ്കിൽ ഡിസ്പ്ലേ വാൾ എന്ന് പറയും. അതായത് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മാസത്തേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് വാങ്ങി വീട്ടിൽ വെക്കുന്നു. നിങ്ങളോട് ആരാണോ ആർസ്യം പറഞ്ഞത് ആ വ്യക്തിയെ വീട്ടിലേക്ക് വിളിക്കൂ. നിങ്ങൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ ഒന്ന് വീട്ടിലേക്ക് വിളിക്കുക. അതൊരു ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ആളുകളെ വിളിക്കേണ്ട ഒരു രീതി ഹെൽത്ത് ക്ലാസ് ആണെന്ന് പറയാം. കാരണം RCM ഒരു ജീവിത രീതി ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നു, അതിന് ഉദ്ഘാടനം എന്ന് പറഞ്ഞ് വിളിക്കാം. ഏത് രീതി വേണമെങ്കിലും ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്പ്ലേ വാൾ. അപ്പോൾ നമ്മൾ ഈ ഉൽപ്പന്നം വാങ്ങി 100% പുറമേ നിന്ന് എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ഇത് RCM ഉണ്ടോ, ഉണ്ടെങ്കിൽ RCM വാങ്ങിക്കുക, ഇല്ലാത്ത സാധനം മാത്രം പുറമേ നിന്ന് വാങ്ങിക്കുക എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ. എന്നിട്ട് 100% RCM ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങി ആളുകൾക്ക് പരിചയപ്പെടുത്തി. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ ഡയമണ്ട് ക്ലബ് എന്ന് പറയും. 5000 PV. നമ്മുടെ എന്താണ് റൂബി ഗോഗോർ സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ 100 അല്ലേ, 100 എണ്ണം. 10 രൂപേൻ്റെ 100 ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവും? 1000. 500 രൂപേൻ്റെ ഒരു ബണ്ട് എന്ന് പറഞ്ഞാലോ 50,000. അതായത് നമുക്ക് ഈ കസ്റ്റമേഴ്സ് നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന സമയത്ത് 100% RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാക്കി മാറ്റുക എന്നുള്ളതാണ് ഓരോ കസ്റ്റമേഴ്സിനെയും. നമുക്ക് ഇവിടെ മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല. എല്ലാം ഇപ്പോൾ പിന്നിൽ കാണുന്ന ഫുഡ് വെയർ ആണെങ്കിലും ഉപ്പും മല്ലിയും മുളകും എല്ലാവർക്കും ഒരു ജീവിതത്തിന് അത്യാവശ്യം വേണ്ട ഉൽപ്പന്നങ്ങളാണ്. അത് പൊതുവെ വിപണിയിൽ കിട്ടുന്നതിനേക്കാൾ ക്വാളിറ്റിയിലും വിലക്കുറവിൽ കിട്ടുന്ന ഒരു സംവിധാനം കൂടിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു, ആളുകൾക്ക് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ 5000 PV. 5000 പർച്ചേസ് വോളിയം. ഗ്രോസറീസ് ആണെങ്കിൽ ഒരു 10,000 പ്രൊഡക്റ്റ് ഉണ്ടാവും. മറ്റ് ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് മാത്രമാണെങ്കിൽ നമുക്കൊരു 7,000 ആ ഒരു റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഫസ്റ്റ് ബിസിനസ് നമുക്ക് ഈ ഒരു ഗ്രോസറീസ് വാങ്ങിക്കൊണ്ട് നമുക്കൊരു ഡിസ്പ്ലേ വാൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ലീഡേഴ്സിനെ വിളിച്ചു, ഫ്രണ്ട്സിനെ വിളിച്ചു, നമ്മൾ ആ ഒരു ഡിസ്പ്ലേ വാൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ് വീട്ടിൽ. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് 5000 PV. 5000 PV നമ്മൾ അത് കുറച്ച് ആളിലേക്ക് നമ്മൾ ഷെയർ ചെയ്തു. ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ നമ്മൾ ഷെയർ ചെയ്തു. അവരൊക്കെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഇത് ടീം വോളിയാണ്. നമ്മൾ ഈ ബിസിനസിന്റെ ഫസ്റ്റ് 21 വിജയപ്പടവിൽ ഒന്നാമത്തെ വിജയപ്പടവാണ് ബിഗിനർ സ്റ്റാർട്ടിങ്. നമുക്ക് ആ ഒരു പ്ലാൻ ബുക്കിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ബിഗിനറുടെ ഇൻകം അതിൽ കാണിച്ചിരിക്കുന്നത് 1000 rupees ആണ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. ആ 1000 rupees നമുക്ക് ക്രെഡിറ്റ് ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള സാധനം നമ്മൾ വാങ്ങിച്ചു, കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കി, അപ്ലൈൻ്റെ സഹായത്തോടു കൂടി കുറച്ച് ആളിലേക്ക് നമ്മൾ ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്തി. സുഹൃത്തുക്കളും ബന്ധുക്കളും വേണമെന്നില്ല, അപരിചിതരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സാധാരണ കടകളിൽ പല അല്ലേ, ഹോസ്പിറ്റലുണ്ട്, മറ്റ് ഷോപ്പുകളുണ്ട്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ റോഡിൽ ഇറങ്ങിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ പറയൂ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആൾക്കാരുടെ മുഖത്ത് വെറുതെ നോക്കും. അവരൊന്ന് ചിരിച്ചു കിട്ടിയാൽ അവരോട് നമുക്ക് ആർക്കും പറയാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്താണ് ഇതിൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് എല്ലാവരോടും ഷെയർ ചെയ്യാനും നമുക്ക് ഈ ലോകത്ത് ഈ ഭൂമിയുടെ സൗന്ദര്യം, ജോലി ഇരിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേൽക്കും, ജോലിക്ക് പോകും, ശനിയാഴ്ച വരെ ആവുന്നവരെ ഒന്ന് കാത്തിരിക്കും, ഞായറാഴ്ച ദിവസം അടിച്ചു പൊളിച്ചിരിക്കും. അതിൽ നിൽക്കൊരു മാറ്റം. ഇന്ന് എല്ലാ ദിവസവും ഹോളിഡേ ആണ്. എന്ത് രസമാണെന്നറിയോ? ഇതേപോലെ ഒരുപാട് ആളുകളെ കാണാനും സംസാരിക്കാനും ഇടപെടാനും ഒരുപാട് നാട്ടിൽ പണ്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ നമുക്ക് ടൂറുള്ളൂ. ഇന്ന് എല്ലാ ദിവസവും ടൂറാണ്. നാളെ കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർ, എറണാകുളം ഭാഗങ്ങളിലാണ്, മംഗലാപുരത്ത്, ആന്ധ്രയിൽ. അപ്പം നമുക്കിന്ന് എന്താ പറയുക, ജീവിതം ആസ്വദിക്കണ്ടേ അല്ലേ മാഷേ? ജീവിതം അടിച്ചു പൊളിക്കണ്ടേ? ഒരേ ഒരു ലൈഫാണ്, എൻജോയ് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു സംഗതിയാണ് RCM. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്
ഇവിടെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, 1ാം ക്ലാസ്സിൽ ചെന്നിരിക്കുന്ന കുട്ടികൾ 10ാം ക്ലാസ് സിലബസ് വരെ മനസ്സിലാവോ? ഇല്ല. പക്ഷേ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ സംവിധാനം പഠിച്ചെടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മളോടൊപ്പം RCM പറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് നമ്മളെന്താണ്, ആ ലീഡേഴ്സിനെ നമ്മൾ സ്ഥിരമായി വിളിക്കണം. അത് മാത്രമല്ല, അദ്ദേഹത്തെ നമ്മൾ ദൈവത്തെ പോലെ കാണുന്നുള്ളതാണ്. തുടക്ക സമയത്തൊക്കെ നമ്മളെ പിടിച്ചു വരച്ചേക്കും നമുക്ക് RCMന്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക. പക്ഷേ നമ്മളൊരു ആൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായി. 25 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. RCM അല്ല, സാധാ സൂപ്പർ മാർക്കറ്റ്. നിലവിളക്ക് കത്തിച്ച് വെച്ച് ജനങ്ങളെ മൊത്തം വിളിച്ചു കൂട്ടി ഓപ്പൺ ചെയ്തു. പക്ഷെ 6 മാസം കൊണ്ട് അത് പൂട്ടി. നഷ്ടം എത്രയാണ്? 25 ലക്ഷം. ഇവിടെയോ നമുക്ക് ആവശ്യമുള്ള 2000 രൂപ പ്രൊഡക്റ്റ് വാങ്ങിയാൽ നമുക്ക് ഇതിൽ അസോസിയേറ്റ് മെമ്പറായി. അത് മാത്രമോ, അതിലൂടെ കിട്ടാതിരിക്കുന്നത് കോടികളാണ്. നമ്മൾക്ക് മാത്രമോ, ആരാണോ നോമിനി, നമ്മൾ മരിച്ചു പോയാൽ വീട്ടുകാർ പട്ടിണിയാവില്ല. ആ നോമിനിക്ക് ആ അക്കൗണ്ടിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും മാത്രമായിട്ടുള്ള സംവിധാനമാണ് RCM. തീർച്ചയായിട്ടും പുറത്ത് പോയി വിൽക്കാനേ പറ്റൂല. നമ്മൾ കൊണ്ട് ഇവിടെ വന്ന് വാങ്ങിച്ച് നമ്മളെ ഇഷ്ടത്തിന് നമ്മള് വേറൊരാളെ ചേർത്താതെ തന്നെ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടത് ഇപ്പൊ 2000-3000 രൂപ വാങ്ങിച്ചു. പിന്നെ മറ്റുള്ളവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇതിൽ ഫീൽ വരും. അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും. ഇത് പുറത്ത് കൊണ്ടേ വിൽക്കാനൊന്നും എന്നെ കൊണ്ട് സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അപ്പൊ അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമ്മൾ വാങ്ങിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ വേണമെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടല്ലോ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു ആൻഡ്രോയിഡ് മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അതിൽ 2000-ലധികം കോൺടാക്ട്സ് ഉണ്ട്. വിളിക്കുക, അവരുടെ ലൊക്കേഷൻ നോക്കുക, RCMന്റെ ബിസിനസ് ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഡെലിവറി സെന്റർ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും എവിടെയൊക്കെ ഷോപ്പ് ഉണ്ട് അതിൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം അതിൽ കിട്ടും. അപ്പോൾ ആ ലൊക്കേഷനിലുള്ള ആളുകളെ നമ്മൾ നോക്കുക, ഫോണിൽ വിളിക്കുക. ഞാൻ പറയുന്ന ആളുകൾ ഞങ്ങൾക്ക് വാങ്ങാനും വരാനൊന്നും കഴിയില്ല, നിങ്ങൾ കൊണ്ട് തന്നേക്ക് അതിനുള്ള പൈസ അങ്ങനെ കഴിഞ്ഞുള്ളൂ. അങ്ങനെയുള്ളവർ നമ്മൾ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർ നമ്മളെ മുമ്പിലേക്ക് വരില്ല. RCMന്റെ അവർക്ക് ഇഷ്ടമായി ഇങ്ങനെ തമിഴെണ്ണ വാങ്ങിച്ചത്, അവർക്ക് പേസ്റ്റ് ഞാൻ ഇവിടെ ഒരുപാട് വാങ്ങിച്ചോണ്ടേ. ഇവിടെ നല്ല സജിന്റെ അടുത്ത് വാങ്ങിച്ചത്. അപ്പൊ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പല്ലൊക്കെ പല്ലുവേദന ഇല്ല, പല്ല് കുഴിക്കില്ല എന്നൊക്കെ അവര് വെഡ വാങ്ങുന്നതേ. വെഡിനോട് മറ്റേ പച്ച വേണ്ട, വെഡ വാങ്ങുന്നത്. അതൊക്കെ നല്ലതാന്നാ പറയുന്നത്. പക്ഷെ ഇവര് ഈ പരിപാടിക്ക് ഒരു വീഴൂല, നമ്മൾ അതിലേക്കൊന്നും നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കാരണം നമ്മള് ഒരു എന്താണ് ഈ ഒരേ ഒരു അതായത് നമ്മൾക്ക് എംപ്ലോയി മൈൻഡാണ്. അവിടെ നിന്നും ബിസിനസ് മൈൻഡിലേക്ക് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇവിടെ എന്താണ് നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ പോലും ഈ നെറ്റ്വർക്ക് ബിൽഡപ്പ് ചെയ്യുക, ആളുകളെ നമ്മൾ മാനേജ് ചെയ്യുക, അത് നമ്മൾ പഠിക്കണം. അതിന് ഇവിടെ RCMൽ പണമല്ല ഇൻവെസ്റ്റ്മെന്റ്, സമയമാണ് ഇൻവെസ്റ്റ്മെന്റ്. സമയം എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ്? നമ്മൾ ഇവിടെ വായിക്കാൻ കൂടെ സമയം മാറ്റി വെക്കണം, പഠിക്കാൻ കൂടെ എല്ലാ മീറ്റിങ്ങിലും നമ്മൾ അസോസിയേറ്റ് ചെയ്യണം, ആളുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കണം. RCMന്റെ ലാംഗ്വേജ്, RCMന്റെ ഒരു ഭാഷയുണ്ട്, ആ ഭാഷ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. പല ആളുകൾക്കും എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്താൻ കഴിയണം. അതിന് നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിലൂടെ നടക്കും. ഇപ്പം ഇതേപോലെ ഞാൻ നേരത്തെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സജിത മംഗലശ്ശേരി മേഡം പറഞ്ഞു, അമൃതലാലിനെ എനിക്ക് 2009 മുതൽ പരിചയമുണ്ട്. ആ 2009 മുതൽ പരിചയമുള്ള അമൃതലാലും ഇപ്പോഴും നമ്മളുടെ വ്യത്യാസം എന്താണെന്നറിയോ? തുടക്ക സമയത്ത് ഞാൻ സംസാരിക്കില്ലായിരുന്നു, ഇന്ന് എനിക്ക് സംസാരിച്ച് മതിയാവുന്നില്ല എന്നല്ല. നമുക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ച് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. കാരണം RCM അതിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹെൽത്തിനെ കുറിച്ച് RCM നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, കൃഷിയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പെയിന്റിനെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും RCM നമുക്ക് അതിലുള്ള വ്യക്തമായിട്ടുള്ള നോളജ് തരുന്നുണ്ട്. ഒരൊറ്റ വർഷം നിങ്ങൾ ഈ സംവിധാനത്തിനോടൊപ്പം ഒന്ന് ചേർന്ന് നിന്നാൽ നിങ്ങൾ ഓരോ ആളുടെയും ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും. എല്ലാ മാസവും 3-ാം തീയതി മന്ത്ലി സ്റ്റേറ്റ്മെന്റ് വരും, 6-ാം തീയതി അക്കൗണ്ടിൽ കാശുണ്ടാവും. ഇത്രയും സെക്യൂർ ആയിട്ടുള്ള മറ്റൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേൾഡിൽ വേറെ ഇല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സംശയത്തിലേക്ക് നമുക്ക് ആളുകൾക്ക് ഒരു പ്രാവശ്യം ഉൽപ്പന്നം അങ്ങോട്ട് പരിചയപ്പെടുത്താം. RCMന്റെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ സൃഷ്ടിക്കാം. അങ്ങനെ നിരന്തരമായിട്ട് അവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുക വഴി പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് പറയല്ല, ലീഡേഴ്സിനായിട്ട് അവരെ വിസിറ്റ് ചെയ്യാം. അവിടെ പോയിട്ട് നമ്മൾ പറയുന്നു ഹെൽത്തിനെ കുറിച്ചാണ്, പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യത്തെ കുറിച്ചാണ്,
ശേഷം അവർ നമ്മൾ ഇതിൽ അസോസിയേറ്റ് ചെയ്യും. ഇതൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ കാരണം ഞാൻ ഈ നെറ്റ്വർക്കൊക്കെ വളരെ എതിരാണ്. മുൻപ് ഈ നെറ്റ്വർക്ക് എന്ന് കേട്ടാൽ തന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷേ ഈ സംവിധാനത്തിൽ വന്ന് RCM എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് മറ്റുള്ള നെറ്റ്വർക്ക് പോലെയല്ല. ഇവിടെ ആളുകൾ ജോയിൻ ചെയ്താൽ കാശ് കിട്ടില്ല. ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ച് കിട്ടുന്ന പണമല്ല ഇവിടെ. അത് അങ്ങനെ ആരും കരുതണം ഇവിടെ ആളുകൾ ജോയിൻ ചെയ്താൽ കാശ് കിട്ടില്ല. ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിക്കാൻ അനുസരിച്ച് നമുക്ക് എന്താണ് പർച്ചേസ് വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നത്. അതായത് നമ്മൾ അധ്വാനിക്കുന്നതിന് പണം പല മൾട്ടിനാഷണൽ കമ്പനികളും കൊണ്ടുപോവാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല. എന്നാൽ കടയൊന്ന് മാറ്റി ബ്രാൻഡൊന്ന് മാറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോഴോ ക്വാളിറ്റി കിട്ടും. ഒരു 6 മാസം RCM ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു തുമ്മൽ പോലും ഉണ്ടാവില്ല. അത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്. ആ പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതും ആളുകൾക്ക് ഷെയർ ചെയ്യുന്നതും. ആ ഷെയർ ചെയ്യുന്നതിലൂടെ ആക്ച്വലി റിയൽ RCM എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സർവീസാണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാറ്റം ഉണ്ടാക്കുന്ന വലിയൊരു സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ. ആ ഒരു ബോധം നമുക്ക് താൽക്കാലികമായിട്ട് പണം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾക്ക് ആളുകൾക്ക് ചെയ്യുന്നൊരു വലിയൊരു സേവനം, ആ സേവനത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ഇൻകം. 50 ലക്ഷം 1 കോടി വാങ്ങിക്കുന്ന ആൾക്കാർ ഒരു സുപ്രഭാതം കൊണ്ട് അതിലേക്ക് എത്തിയല്ല. 10-15 വർഷം ഈ സംവിധാനത്തെ മുറുകെ പിടിച്ച് ഈ സിസ്റ്റം മനസ്സിലാക്കി നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്ത് ആളുകൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും ആരോഗ്യവും നൽകിക്കൊണ്ട് വലിയൊരു കൂട്ടായ്മ സൃഷ്ടിച്ചതിൻ്റെ ഫലമാണ് അവർ ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത് നാളെ പണം കിട്ടുന്ന ഒരു സംവിധാനമല്ല. എന്നാൽ ഈ സംവിധാനത്തിൽ അസോസിയേറ്റ് ചെയ്ത് ഒരു 50,000 കിട്ടണോ 1 വർഷം കൊണ്ട് കിട്ടാം, 2 വർഷം കൊണ്ട് കിട്ടാം. ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കൽ അച്ചീവ്മെൻറ്റിൻ്റെ പിൻ ലെവൽ കേരളത്തിൽ പല ആൾക്കാരും 6-7 വർഷം കൊണ്ട് അച്ചീവ് ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ അച്ചീവ് ചെയ്തത് 3 വർഷം കൊണ്ടാണ്. ഞാൻ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചതിൽ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, സമയം ഇൻവെസ്റ്റ് ചെയ്തു. ആ സമയമാണ് എന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റ് എത്തിച്ചത്. അപ്പോൾ നമ്മൾ കാലാകാലം ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാവുന്നത് മാത്രമല്ല, നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്തത് ഈ സംവിധാനം എന്താണെന്ന് പഠിക്കാൻ തയ്യാറായാൽ പണം അല്ലേ 99.9% കീടങ്ങളെ എന്താണ് ഡെറ്റോൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും 99.9% പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ കാശ് നിങ്ങൾ നടക്കില്ല സാറേ. ഇന്നാള് നമ്മുടെ എലോൺ മസ്കിന്റെ ഒരു ക്യാപ്ഷൻ കണ്ടു. എന്താണ്, നിങ്ങൾ പണത്തിന്റെ പിന്നാലെ പോയാൽ പണം നോക്കിക്കോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കാശ് വേണം, പക്ഷെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാറില്ല. 100% സത്യസന്ധമായിട്ടുള്ള പണം നമുക്ക് കിട്ടിയാലും ഗുണം എന്താണ്, നമുക്കും അടുത്ത തലമുറയ്ക്കും സന്തോഷത്തോടെയുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും, പണം കിട്ടും, അംഗീകാരം കിട്ടും. ഗൾഫിൽ പോയിട്ടൊക്കെ പണം സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ അവരൊന്നും സമൂഹത്തിൽ വലിയൊരു അംഗീകാരം അവർക്ക് കിട്ടണമെന്നില്ല. എന്നാൽ ഇവിടെ ഓരോ വിജയത്തിനും നമുക്ക് വലിയ വലിയ അംഗീകാരങ്ങൾ. ഇപ്പോൾ സജിത മംഗലശ്ശേരി ഈ മേഡത്തെ ഇപ്പോൾ എറണാകുളത്തോ തൃശ്ശൂരോ അവിടെയൊക്കെ ഏത് പ്രോഗ്രാം പോയി ചോദിച്ചെങ്കിലും മേഡത്തിന് അറിയും. ആരും അംഗീകാരം ഈ ഒരു സമയത്തിന് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ വേണു സാർ സൗത്ത് ഇന്ത്യയിലെ ലീഡറാണ്. സൗത്ത് ഇന്ത്യയിൽ എവിടെ ചെന്നാലും എന്തിനും നമ്മുടെ ഹെഡ് ഓഫീസിൽ പോയി ചോദിച്ചാലും അദ്ദേഹത്തിന് അറിയും. ആ ഒരു അംഗീകാരം ഈ ഒരു സമയത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ആളുകൾ അറിയപ്പെടുന്ന, ലോകം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം നമുക്ക് ഇതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ചിന്താ രീതിയിൽ മാറ്റം വരുത്തുക, നമ്മുടെ സ്വപ്നങ്ങളിൽ മാറ്റം വരുത്തുക. ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല. 88 വയസ്സുള്ള ആളും RCM വളരെ സജീവമാണ്. നല്ലൊരു വ്യക്തി പറഞ്ഞു, ഞാൻ 88 വയസ്സായി, പക്ഷേ ഞാൻ ഇങ്ങനെ പ്രായമായി നിൽക്കുമ്പോഴാണ് ഒരു ആൾ വീട്ടിൽ തവിടെണ്ണ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അയാൾ എന്നെ കൊണ്ട് തവിടെണ്ണ കുടിപ്പിച്ചു. ഇന്ന് ഞാൻ RCM എല്ലാ ഉൽപ്പന്നവും ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങി. എന്തിനാണ്? ഈ പ്രോഡക്റ്റ് വീടാന്തരം കയറി പരിചയപ്പെടുത്താൻ. ആരോഗ്യം തിരിച്ചു കിട്ടി. അപ്പോൾ പറഞ്ഞു, എനിക്കിപ്പോൾ എന്താണ്, ഞാനിപ്പോൾ രാവിലെ ഒന്ന് ഓടാൻ ഇറങ്ങാറുണ്ട്. നടക്കുക എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഞാൻ രാവിലെ ഒന്ന് ഓടാൻ ഇറങ്ങാറുണ്ട്. കാരണം നമുക്ക് നമ്മുടെ തലത്തിൽ നിന്നുള്ളൊരു മാറ്റം, സ്വപ്നങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കൂ. നിങ്ങൾക്ക് ഇവിടെ സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം RCM നിങ്ങൾക്ക് തരും. സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം. മറ്റ് നെറ്റ്വർക്കിനൊക്കെ പങ്കെടുത്ത് ഒരുപാട് നെറ്റ്വർക്ക് ചെയ്ത് ഇനി നെറ്റ്വർക്ക് ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ളൊരു വ്യക്തി കോഴിക്കോട് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പല കമ്പനികളുടെയും പ്രോഗ്രാമിൽ ഹാഷ് ബോഷ് BMW വലിയ വലിയ കാറുകൾ കാണിച്ചിട്ടുള്ള ആളുകളെ
എന്താണ് ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം മാത്രമാണെങ്കിൽ ആർസിമിൻ്റെ ക്ലാസ്സിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് എങ്ങനെ ആരോഗ്യം ഉണ്ടാക്കാം, എന്ത് ഭക്ഷണം കഴിക്കണം തുടങ്ങിയിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അപ്പം ഇതാണ് RCM. നമ്മൾ യാഥാർത്ഥ്യം നിങ്ങൾക്ക് RCMൽ കാണാൻ വേണ്ടി കഴിയും. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വഴി, ആളുകൾക്ക് ഷെയർ ചെയ്യുക വഴി 100% RCM ഉൽപ്പന്നം ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ എനർജി ഡ്രിങ്ക് ഉണ്ടല്ലേ, നേരത്തെ സാറ് പറഞ്ഞ റീഫ്രഷണർ, നിങ്ങൾ എത്ര പേര് ഇതിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്? സാർ ഉപയോഗിച്ചിട്ടുണ്ടോ റീഫ്രഷണർ? ഉപയോഗിച്ചിട്ടില്ല. അതെടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ സാറ് ഈ രീതിയിലല്ല ഇവിടെ ഇരിക്കുക, ആ ഇരുത്തത്തിൽ പോലും മാറ്റം വരും. എല്ലാ ദിവസവും ഒരു റീഫ്രഷണർ കഴിച്ചാൽ നമുക്ക് എനർജി ലെവൽ കൂടും. അതേപോലെ PVMF, നമ്മുടെ കൊക്കോ പ്രോഡക്റ്റ്, അതുപോലെ ന്യൂട്രിചാർജ് മാൻ, ഒമേഗ, ഇതൊക്കെ ദിവസേന നിങ്ങൾ കഴിക്കണം. കഴിക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് എനർജി ലെവൽ കൂടുന്ന മാത്രമല്ല ഒരു ദിവസത്തേക്കുള്ള സമ്പൂർണ്ണ പോഷകമായി. ഇപ്പൊ സാറ് പറഞ്ഞു രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ഇപ്പോഴും എന്താണ് പറയുക, രാവിലെ എഴുന്നേറ്റ് അതേ ഒരു പ്രസരിപ്പോട് കൂടിയിട്ട് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു ക്വാളിറ്റി ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതേപോലെ ഫുഡ് സപ്ലിമെന്റ് നമ്മളെ സഹായിക്കും. ഒരുപാട് ഭക്ഷണമൊന്നും വാരി വലിച്ച് കഴിക്കണ്ട, ഇതേപോലെ ഫുഡ് സപ്ലിമെന്റ് ഒക്കെ കഴിച്ചാൽ മതി. അതായത് ഒരു ദിവസത്തേക്ക് വേണ്ട പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ഇതേപോലെ ഫുഡ് സപ്ലിമെന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഭക്ഷണം അല്ല കഴിക്കേണ്ടത്, ക്വാളിറ്റി ഉള്ള ജീവിത രീതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. മാഡം എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുക. ഹൗസ് വൈഫാണ്. ഓക്കെ. അതായത് ഏതൊരാൾക്കും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഈ സംവിധാനത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് 100% ഉപയോഗിക്കുക, ആളുകൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഈ ഒരു ഒന്നാമത്തെ പിൻ ലെവൽ. അതിൽ ഇത് നേരത്തെ സാറോട് കാണിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ പിൻ ലെവലാണ് ബിഗിനർ, 21ാമത്തെ പിൻ ലെവലാണ് സ്റ്റാർ ഡയമണ്ട്. ഒന്നാമത്തെ പിൻ ലെവൽ 1000 രൂപയാണ് അക്കൗണ്ടിൽ വരുന്നതെങ്കിൽ 21ാമത്തെ പിൻ ലെവൽ 50 ലക്ഷം എന്തായാലും അക്കൗണ്ടിൽ വരും. ഇത് വന്നാൽ ഇതും വരും. ഒരു മാസമാണ് കേട്ടോ, മന്ത്ലിയാണ്. മന്ത്ലി 50 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ജീവിച്ചു പോകല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ 2-3 മാസത്തിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വീട്ടിൽ വെച്ചു, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു. നമ്മൾ പറയാം, 2 രീതിയിൽ പറയാം. എന്താണ് ഹെൽത്ത് ക്ലാസ് എന്ന് പറയാം, ഒന്ന് തന്നെയാണ്. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയാം. അവർ ചോദിച്ചു പോകും, ഈ പ്രായത്തിൽ നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങാൻ പോവാണോ? പല കമൻസും ഉണ്ടാവും. കാരണം ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ആളുകൾ ഒരിക്കലും നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് തോന്നും. കാരണം അവർ എപ്പോഴും നമ്മൾ എന്ത് സംവിധാനം മുന്നോട്ട് വെച്ചാലും ആദ്യം അവർ പറയാം നോ, അല്ലെങ്കിൽ എന്താണ് കളിയാക്കലിലേക്കും. പക്ഷേ ഈ സംവിധാനത്തിൽ വിജയിക്കണമെങ്കിൽ കളിയാക്കണം, നോ പറയണം. നോ പറയുന്ന ആൾക്കാരോട് നമുക്ക് സന്തോഷം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് ഈ സംവിധാനത്തിൽ വിജയിക്കുമ്പോഴാണ്. കാരണം ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന നോ കേൾക്കാൻ വേണ്ടി, നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും നോ പറയുന്നത് കേട്ടുകൊണ്ടേയിരിക്കണം. അതാണ് തീർച്ചയായിട്ടും. ആ നോ ആണ് നമുക്ക് ഇവിടെ മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ഇന്ധനം. സ്വപ്നം, സാറിന് എന്താ സ്വപ്നം? എന്തായിരുന്നു ചെറുപ്പത്തിലെ സ്വപ്നം? സ്കൂളിൽ പഠിച്ചിറങ്ങി, കോളേജിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വ്യക്തികൾക്ക് കുറേ സ്വപ്നങ്ങളുണ്ടാവും. പക്ഷെ എന്തെങ്കിലും തരത്തിൽ ആഗ്രഹിച്ച ജോലിയിൽ ചെയ്യുന്ന ആൾക്കാർ വളരെ ഭൂരിപക്ഷം കുറവായിരിക്കും. പക്ഷെ എന്തെങ്കിലും ജോലി കിട്ടി കഴിയുമ്പോഴാണ് മനസ്സിലാവുക യാഥാർത്ഥ്യം എന്താണെന്നുള്ള അപ്പോഴാണ് മനസ്സിലാവുക. പക്ഷേ അതിൽ നിന്നും പുറത്തിറങ്ങി ഈ സംവിധാനം ഏറ്റെടുത്തപ്പോൾ ഇവിടെ ഈ ബിസിനസ്സിനെ മുന്നോട്ട് നയിക്കുന്ന ഇന്ധനം എന്ന് പറഞ്ഞാൽ ഡ്രീമാണ്. ആ ഡ്രീം എഴുതി വെക്കണം, ഡേറ്റ് ഇട്ട് എഴുതി വെച്ചാൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ആ ഫുൾഫിൽ ചെയ്യാൻ പറ്റും ഏത് ഡ്രീമാണെങ്കിലും. ചന്ദ്രനിൽ പോകണമെന്ന് എഴുതി വെക്കാൻ പാടില്ല. ഒരു വീട് വെക്കണോ, കാറ് വാങ്ങിക്കണോ, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കണോ, എല്ലാം നമുക്ക് ഈ സംവിധാനത്തിലൂടെ കിട്ടും. RCMലെ ന്യൂട്രിചാർജ് സെഗ്മെന്റ്സ് നമുക്ക് ലോകം നമ്മളെ ചുറ്റി കാണിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ നമുക്ക് ഒത്തിരി ടൂർ പാക്കേജുകളുണ്ട്. അതോടൊപ്പം തന്നെ RCM നല്ല വരുമാനം തരും. അതിലൂടെ നമുക്ക് ലോകം മുഴുവൻ ചുറ്റിക്കാണാം. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ജനിച്ച് ആ വഴിക്കൊന്ന് ചുറ്റിത്തിരിഞ്ഞ് അവിടെ തന്നെ മരിച്ചു പോകുന്നതിന് പകരം കുറച്ച് രാജ്യങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. വേറെയും കുറേ ആളുകൾ നമുക്ക് വിദേശത്തും ഒക്കെ നമുക്ക് യൂട്യൂബ് അല്ലെങ്കിൽ TV ചാനൽ എന്നല്ലാതെ റിയാലിറ്റി യാഥാർത്ഥ്യത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റും.
വിദേശ രാജ്യങ്ങൾക്കൊന്നും പോകണ്ടേ? സാർ എത്ര രാജ്യങ്ങൾ ഈ പ്രായത്തിനൊക്കെ ചുറ്റി കണ്ടിട്ടുണ്ട്? പോയിട്ടില്ല. സാറിൽ എന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്? ഗൾഫിലായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ മാഡം പോയിട്ടുണ്ടോ ഗൾഫ് കൺട്രീസിൽ എവിടെയെങ്കിലും? പോയിട്ടുണ്ട്. സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ മറ്റെന്ത് ഡ്രീം ഒന്ന് എഴുതി വെച്ചാൽ അത് നമ്മൾ എടുക്കുന്ന ഈ ഒരു തീരുമാനം ഒരുപാട് ആളുകളുടെ സ്വപ്നം കാണിക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഈ സംവിധാനത്തെ ശക്തമായി ഏറ്റെടുത്തപ്പോൾ എന്നിലൂടെ 100 കണക്കിന് കുടുംബങ്ങൾ ഇന്ന് സ്വപ്നം കാണുന്നുണ്ട്, നല്ലൊരു ജീവിതം. ഒപ്പം തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ഞാൻ അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും. ഒരാൾ അത്യാവശ്യമായിട്ട് ഒരു കടം ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 5000 10,000 ഒരു പ്രാവശ്യം നമുക്ക് സഹായിക്കാൻ പറ്റുമായിരിക്കാം. ലൈഫിലോ നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു സംവിധാനത്തിലൂടെ 100 കണക്കിന് ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റും. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും. ഒരാളും പറ്റിച്ചെന്ന് പറയില്ല, കളവ് പറഞ്ഞെന്ന് പറയില്ല. 100% സത്യസന്ധമായിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് RCM. 100% ഉൽപ്പന്നം ഉപയോഗിക്കുക. എല്ലാ ഞായറാഴ്ചയും ഈ ഒരു സമയത്ത് ഇവിടെ നമുക്ക് ഒത്തുകൂടാനുള്ള സൗകര്യം ജോലി സാർ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച വരുന്ന സമയത്ത് ഓരോ ആളുകളും അഡീഷണൽ ആയിട്ട് ഒരാളെയെങ്കിലും കൊണ്ടുവരിക. പല കേരളത്തിൽ അങ്ങോളങ്ങളും നിരവധി ലീഡേഴ്സ് ഉണ്ട്. ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസും ഈ സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നമ്മളെ പഠിക്കും. ആ പഠിക്കാൻ വേണ്ടി 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. എല്ലാവരും വീട്ടിലൊരു ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്യുക. 100% മാർസിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ആളുകൾക്ക് നമ്മളത് പ്രൊമോട്ട് ചെയ്യുക. ലീഡേഴ്സിനെ ഒരു തവണയെങ്കിലും വിളിക്കുക. ഈ പ്ലാൻ ബുക്ക്, സാർ പറഞ്ഞ പ്ലാൻ ബുക്ക് വാങ്ങിക്കുക. എന്നിട്ട് ഇതിൽ ഏത് വരുമാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ഈ സംവിധാനത്തിൽ കൊണ്ടുവന്ന വ്യക്തിയോട് ചോദിക്കുക, ഈ വരുമാനത്തിൽ എത്താൻ ഞാൻ എന്ത് ചെയ്യണം? ആ ചോദ്യം എല്ലാ ദിവസവും നിങ്ങൾ ചോദിച്ചാൽ ആ വരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് സമയമാണ്. നമുക്ക് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഉണ്ട്. 6 മണി മുതൽ 7 മണി വരെ. 11 മണിക്ക് നല്ല ഹെൽത്ത് ക്ലാസ് ഉണ്ട്. കേരള റോസസ് 1000-ലധികം വരുന്ന സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മയാണ് കേരള റോസസ്. എല്ലാ ദിവസവും വൈകുന്നേരം 7:15 മുതൽ 8 മണി വരെ ഉണ്ട്. 8 മണിയുടെ എൻ്റെതായിട്ടുള്ളൊരു സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് രാത്രി 8:45. ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക് പോലും മാർസിനെ കുറിച്ച് പഠിച്ചെടുക്കാൻ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം മതി. ഇപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച കോഴിക്കോട് സാസ് റെസിഡൻസിയിൽ ഒരു അടിപൊളി പ്രോഗ്രാമാണ്. ശ്യാം അഗർവാൾ എന്ന വ്യക്തി കോഴിക്കോട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ഈ സംവിധാനത്തിൽ കുറച്ച് സമയം മാറ്റി വെച്ചാൽ ആ ഒരു ട്രെയിനിങ് ഇവിടെ നമുക്ക് ട്രെയിനിങ് കിട്ടും. പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഒന്നും സുപ്രഭാതം നടക്കില്ല, പക്ഷേ ഗ്രാജുവലി നമുക്ക് പഠിച്ചെടുക്കാം. ഒരൊറ്റ വർഷം നിങ്ങൾ ഈ സംവിധാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക. ആളുകൾ പലതും പറയും, കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതിൽ സക്സസ് ആയിട്ടില്ല, വിജയിച്ച ആളുകളെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ അല്ല, ഇതിനുള്ളിൽ നിൽക്കുന്ന ആളുകളോട് സംശയങ്ങൾ ചോദിക്കുക. ആ രീതിയിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. വിജയിച്ച ആളുകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അടുത്ത ഞായറാഴ്ച വിശദമായിട്ട് ഇൻകം പ്ലാനിനെ കുറിച്ചും ഇതിൽ സാധ്യതയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. എല്ലാവരും അഡീഷണൽ ആയിട്ട് ഒരു പുതിയ ആൾക്കാരെ കൊണ്ടുവരിക. നമുക്ക് നിങ്ങൾ ഒരു ഡ്രീം കണ്ടുനോക്കും. ഒരു ഏറ്റവും ചുരുങ്ങിയത് 50,000-ന് മുകളിൽ വരുമാനം വാങ്ങിക്കുന്ന 100-ലധികം കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങൾ ഓരോ ആൾക്കാർക്കും നിങ്ങളുടെ സ്ട്രെങ്ത് ആയിരിക്കും അത്, അല്ലേ? 100 കുടുംബങ്ങൾ നിങ്ങൾക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിലോ, നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് 100 അല്ല, 1000 അല്ല, 10,000 കുടുംബങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എന്ത് കിട്ടി എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കുന്നതിനുള്ള സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ഗ്രാജുവലി വന്നോളും. നമ്മുടെ കൂടെ വന്നിരിക്കുന്നവർ പണം കിട്ടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണം എത്തിക്കാം, അതിനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാം. കുറേ ആളുകൾക്ക് വരുമാനം എത്തിക്കാനുള്ള ഒരു എന്താണ്, മറ്റുള്ള ആളുകളെ സഹായിക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എങ്കിൽ എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത തലമുറ കുറേ കാലം കഴിയുമ്പോൾ പറയും, ഇന്ന വ്യക്തി, ഇന്ന മുത്തച്ഛൻ, ഇന്ന മുത്തശ്ശി ഈ സംവിധാനത്തെ അന്ന് ശക്തമായി ഏറ്റെടുത്തുകൊണ്ട് ഞാനും എൻ്റെ പുതിയ തലമുറയൊക്കെ മാന്യമായിട്ട് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നു. നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് നമുക്കിവിടെ വെച്ചിട്ട് പോകാൻ പറ്റും. അതിനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് RCM. എല്ലാവരും ശക്തമായി ഏറ്റെടുക്കുക. വെറും ഒരു കേൾവിക്കാരായി ഇരിക്കാതെ 100% പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, ലിസ്റ്റ് ബിൽഡ് ചെയ്യുക,
ആളുകൾക്ക് ആട്ടയും ചായപ്പൊടിയും പരിചയപ്പെടുത്തുക, വേറെ ഒന്നും ചെയ്യാനില്ല. ആ പ്രൊഡക്റ്റ് വാങ്ങിയ ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുക, ലീഡറോട് പറയുക ഞാൻ ഇത്ര ആൾക്കാർക്ക് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യണം. അഥവാ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, ലീഡറോ പറയുക ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് അവരോട് എന്തായാലും പറയാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ ലീഡർ നിങ്ങൾ സഹായിക്കും. അവർ കൂടെ വരും, സംസാരിക്കും, ആ സംസാരിക്കുന്നത് കേട്ടുപഠിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. വളരെ സിമ്പിളാണ്. പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാം. സ്വന്തം നാട്ടിൽ തല ഉയർത്തി നമുക്ക് എന്ത് ചെയ്യാം. ഇന്ന് ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ജോലി തേടി പോവുക. എന്നാൽ സ്വന്തം നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നാൽ അന്തസ്സായി ജീവിക്കാനുള്ള സൗകര്യം നമുക്ക് RCM തന്നിട്ടുണ്ട്, 1 രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ. മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, സമയം അല്പം RCM വേണ്ടി മാറ്റി വയ്ക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ജയ് RCM. താങ്ക് യു അമൃത് സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. നിങ്ങളെല്ലാവരും വിലയേറിയ സമയമാണ് ഇവിടെ ചിലവാക്കുന്നതെന്ന് അറിയാം. ഒരു സൺഡേ ആണ്, വൈകുന്നേരം പല പരിപാടികളും ഉണ്ടാവും. എന്നാലും കുറേ പേർക്ക് അത്യാവശ്യമായിട്ട് ഒരാൾ ബാത്റൂം പോലാണ്, മറ്റുള്ള ആൾക്കാരൊക്കെ 1-2 അത്യാവശ്യം ആയതുകൊണ്ട് ചോദിച്ചു പോയതാണ്. എന്തായാലും ഇങ്ങനെ നല്ലൊരു സെഷൻ തന്നതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനും താങ്ക് യു സോ മച്ച് സർ. 2 ആളോടും വളരെയധികം നന്ദി. ഇത് രാവിലെ ഇറങ്ങിയതാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളും എടുത്തുകൊണ്ടാണ് അവരിപ്പോഴും ഇനിയും ഉണ്ടാവും അവർക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് മീറ്റിംഗ്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി. ഇങ്ങനെ ഒരു ഹോള് നമുക്ക് തന്നതിന് ജ്യോതി സാറിനോട് മാഡത്തിനോട് പ്രത്യേക നന്ദി പറയുകയാണ്. അവരുടെ മക്കളാണ് 2 പേര് ഇതിലെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരാൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഒക്കെ എല്ലാവരും ഇവർ 4 ആളും ID എടുത്ത ആൾക്കാരാണ്. കുടുംബത്തിൽ 4 ആളും ID എടുത്താണ്. അവർക്ക് അറിയാം എന്താണ് IDയുടെ ഗുണം എന്നുള്ളത്. കാരണം ഇവര് ചെയിനായിട്ട് അങ്ങോട്ട് ചേർന്നതാണ്. കാരണം ഇതിന്റെ ഗുണം അവർക്ക് അറിയാം. ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തത് അമൃത് സാർ എൻ്റെ അടുത്ത് വന്ന് ഇതേമാതിരി RCMനെ പറ്റി സംസാരിച്ചു. ഇതിന് മുമ്പ് എനിക്ക് RCM ID ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ അത് കറക്റ്റായിട്ട് നമുക്ക് വർക്കൗട്ട് ആയില്ല. പക്ഷേ ഈ അമൃത് സാർ വന്നപ്പോൾ അതിൻ്റെ കൂടുതൽ വശങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റി. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എൻ്റെ മാമനും അമ്മായിയാണ് ഇരിക്കുന്നത്. അമ്മായിക്ക് ID ഉണ്ട്. അപ്പൊ അറിയില്ലേ, അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ, അതായത് എൻ്റെ അമ്മയുടെ അനിയനാണത്. അതേപോലെ അമ്മയുടെ വേറൊരു കസിൻ ബ്രദറാണ് റൂബി രഞ്ജിത്ത് സാറിന്റെ അച്ഛൻ. ഇവരൊക്കെ ഒരുമിച്ച് കളിച്ചു വന്ന ആൾക്കാരാണ്, മാമനും രാജേട്ടനൊക്കെ. അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു ആളാണ് റൂബി രഞ്ജിത്ത് സാർ. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പം ഒരു 5-6 ലക്ഷം റുപ്യൊക്കെ മാസം മിനിമം വാങ്ങുന്നുണ്ട്. അപ്പൊ അതന്നെ പോലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണ് ഉള്ളത്. ഞാൻ അതിന് മാത്രമേ ആയിട്ട് നോക്കിയിട്ടുള്ളൂ. കാരണം 5-6 ലക്ഷം ഒക്കെ വാങ്ങാൻ പറ്റുന്നുള്ളത് മിനിമം അല്ലേ സാർ? മിനിമം. കറക്റ്റ് എമൗണ്ട് നമുക്ക് പറയാനറിയില്ല. എന്തായാലും 6 ലക്ഷം തന്നെ വാങ്ങുന്നുണ്ടാവും. അപ്പോൾ അത് ഒക്കെ നമ്മളെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണ്. ഞാനിപ്പോൾ എന്താ പറയുക, അതൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ ജോയിൻ ചെയ്തത്. അതൊക്കെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ. അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ മാതിരി 1 കൊല്ലം കൊണ്ടാണോ 6 മാസം കൊണ്ടാണോ എന്നൊക്കെ നമ്മൾ വരുമാനം വാങ്ങേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പിന്നെ നമ്മുടെ ടീമിന്റെ ബലം കൊണ്ടും നമ്മളുടെ ഹാർഡ് വർക്ക് കൊണ്ടുമാണ്. ഞാനൊരു മാസം കൊണ്ട് ഇത്ര റുപ്യ ഉണ്ടാക്കണം, എനിക്ക് അടുത്ത മാസം എത്ര ആവാൻ എത്ര വരുമാനം കയറണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുകയാണ്. അല്ലാണ്ട് വേറൊരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു 25,000 20,000 അടിച്ചാൽ അത് 20,000 തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ജോലി സ്ഥലത്താണ് ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പെൻഷൻ ആണെങ്കിൽ കറക്റ്റ് 30-ാം തീയതി ഈ എമൗണ്ടേ വരുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ വരുമാനം എത്രയാണെന്നുള്ളത്. അപ്പൊ ഞാനാണ് എൻ്റെ ആരോഗ്യം തീരുമാനിക്കുന്നത്, എന്ത് കഴിക്കരുത് എന്ത് കഴിക്കണം എന്നുള്ളത്. കുറേയൊക്കെ ഇനി ഹാബിറ്റ്സ് ഒക്കെ മാറ്റാനുണ്ട്. പെട്ടെന്ന് ഒരാൾക്ക് മാറാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ഒരു ദിവസം നന്നായില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മെല്ലെ മെല്ലെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം RCM ആണ് എന്നെ ഇതേപോലെ തന്നെ കുറേ ആൾക്കാരോട് പെരുമാറാനും കുറേ കാര്യങ്ങൾക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് RCM. അതുപോലെ നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. ഇതിലുള്ള എല്ലാവരും ID ഉള്ള ആൾക്കാരാണ്, ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ ആര് വിളിച്ചാലും ഏത് സമയത്തും വില്ലിംഗ് ആയിട്ട് ഞങ്ങളൊക്കെ വില്ലിംഗ് ആണ്. നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താനുണ്ട് സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോകേണ്ട ആവശ്യമില്ല, നമ്മളൊക്കെ വരും കൂടെ. ഇവര് വില്ലിംഗ് ആണ്. അപ്പം ഇവർക്ക് ഒരുപാട് ടീം അണ്ടറിലൊക്കെ 1000s ആൾക്കാർ ഇവര് അണ്ടറിൽ ജോയിൻ ചെയ്തു. നമ്മളമാതിരി 10-100 എന്നല്ല, എത്രയോ സാറിന്റെ അണ്ടറിൽ എത്ര ഉണ്ട്? 40,000. എന്തായാലും അത്രയും ID ഉള്ള ആൾക്കാരാണ് താഴെ ഉള്ളത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് വന്ന് വരും സമയം ആര് വിളിച്ചാലും ഇവർക്ക് പോകണം, അങ്ങനെയാണ്. അപ്പൊ ഏതായാലും ഇത്രയും നല്ല ഒരു ക്ലാസ് തന്നതിനും ഞങ്ങളോട് ജോയിൻ ചെയ്തതിനും എല്ലാവിധ കാര്യങ്ങളും ഷെയർ ചെയ്തതിനും പ്രത്യേകം നന്ദി വേണുഗോപാൽ സാറിനോടും അമൃത് സാറിനോടും ഈ ഒരു ഹോൾ തന്നതിനൊക്കെ ഞാൻ ഒന്നുകൂടി നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാവരും വിലയേറിയ സമയം ഇതിൽ ചിലവാക്കി ഇവിടെ വന്നിരുന്നതെല്ലാം കേട്ടു. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്.
നിങ്ങൾ ആരെങ്കിലും പിടിച്ച് ഇവിടെ ഇരുത്തിയാൽ നിങ്ങൾക്ക് ആദ്യം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്രസന്റ് ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും അവരവർക്ക് വേണ്ടി തന്നെ ഇരുന്നാണ്. എന്നെ വിചാരിച്ചിട്ടെല്ലാം അവനുമായി ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ പോകും. കാരണം അവർക്കും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഇരുന്നത്. അതേപോലെ തന്നെ എല്ലാവരും ഇടയ്ക്ക് മോള് കരഞ്ഞിട്ട് ഇയാൾ പോയിട്ട് ഷാഗി മേഡം പോയി മോളെ കൂട്ടി വന്നു. ഇടയ്ക്ക് ആ കൂട്ടിയിട്ട് അവിടെ ഇരിക്കുന്നു. കുട്ടി കരയുന്നുണ്ട്. കേൾക്കണം എന്നുള്ളതുകൊണ്ടാണ് വന്നത്. അപ്പം നമുക്ക് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഏതായാലും ഇത് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ്. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും ഞാൻ ഇവരുടെ പേരിൽ നന്ദി പറയുകയാണ്. നാച്ചുറൽ ആർസിഎമ്മിന്റെ പേരിൽ പ്രിയ മാഡത്തിന്റെയും. ഞാനൊരു 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഇതില് ഇനി പ്രോഗ്രാം കൂടെ കേട്ട് കഴിഞ്ഞു. തുടക്കമാണ് ഇന്ന്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു 15 മിനിറ്റ് കൂടെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് സംശയം ഉണ്ട് ചോദിക്കുക. അതുപോലെ ഇത് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് സാധനം വാങ്ങിച്ചാലും കമ്പ്യൂട്ടർ ബില്ല് അടിച്ച് തരുന്നുണ്ട്. ഇതേപോലെ നിങ്ങളൊക്കെ വീട്ടിൽ ഷോപ്പ് ഇടാൻ പറ്റും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഷോപ്പ് ഇടാം. അപ്പോൾ മാഡം ഒരു നേരത്തിൽ ഒരു സംശയം ചോദിച്ചില്ലേ, നിങ്ങൾക്ക് ഇതേപോലെ ഷോപ്പ്, ഇതേപോലെ എന്ന് പറഞ്ഞാൽ ഹോം ഷോപ്പ്, ഡിസ്പ്ലേ വാൾ എന്ന് പറയും. കമ്പ്യൂട്ടർ ബില്ല് അടിച്ച് കൊടുക്കുക. നിങ്ങൾ താഴോട്ട്, എനിക്ക് അടിച്ചു തരാൻ പറ്റില്ല, അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളെ അപ്പോൾ എന്തായി, 2 കാര്യമായി. ഒന്ന്, നിങ്ങൾക്ക് ടീം ഉണ്ടാക്കാം, ടീം വേണ്ടാത്തവർക്ക് പ്രോഡക്റ്റും കൊടുക്കാം. ഡിസ്പ്ലേ വാളിൽ കൂടി മാസം ലക്ഷങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. വീട്ടിൽ ഹോം മീറ്റിംഗ്, ഇവിടെ അതിനെല്ലാ കാര്യങ്ങളും ഇവിടെ ജോലി സാർ പറയുന്നുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് സാധനം എടുക്കുക, അല്ല അതിനെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ലേഡീസ് ചെയ്തു തരും. അത് ചെയ്യാം. ഒപ്പം ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് വളരെ ഫാസ്റ്റായിട്ട്. ഞാൻ RCM ഏറ്റെടുത്ത് എൻ്റെ പ്രവർത്തനം 1 കൊല്ലം അത് മാത്രമായിരുന്നു. എൻ്റെ അണ്ടറിൽ ആര് ജോയിൻ ചെയ്തിട്ടുണ്ടോ അവരുടെ വീട്ടിലെ ഹോം മീറ്റിംഗ് നിർബന്ധത്തെ ചെയ്യും. ചിലർ പറയും ഞാൻ വിളിച്ചാൽ ആൾ വരില്ല സാറേ, എന്താ ചെയ്യുക? നിങ്ങൾ അവിടെ ഉണ്ടാവില്ലെന്ന് ചോദിക്കും. നിങ്ങളവിടെ ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് കുറേ കാര്യങ്ങളും കിട്ടും. ഞാൻ മാത്രമല്ല, വേറെ 2-3 പേര് ലീഡേഴ്സ് വരുന്നുണ്ട്. അങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് ഹോം മീറ്റിംഗ് ഒരാൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്തിയാൽ ജീവിതകാലം മുഴുവൻ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മാത്രമല്ല, എന്തായാലും കുറച്ച് പേരെ വിളിക്കല്ലോ. ഒരു 10-50 ആളെ വിളിച്ചാൽ ചിലപ്പോൾ ഒരു 10 പേരോ 15 പേരൊക്കെ വരുള്ളൂ. അതിൽ 2 പേര് എന്തായാലും നിങ്ങളത് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഹോം മീറ്റിംഗ് പ്രത്യേകത. ആ വീട്ടിലുള്ള എല്ലാവർക്കും RCM മനസ്സിലാവും. പ്രായമുള്ളവരുണ്ടാവും, അല്ലേ, പുറത്തേക്ക് പോകാൻ പറ്റാത്തവരുണ്ടാവും. അവർക്കൊക്കെ RCM മനസ്സിലാവും. അപ്പോൾ എന്തായി, വലിയ സപ്പോർട്ട് കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോം മീറ്റിങ്ങിൻ്റെ കാര്യം വിട്ടുപോകണ്ട. എല്ലാ വീടുകളും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഷോപ്പ്, 3 കിലോമീറ്റർ പരിധിയൊന്നുമില്ല. എല്ലാം ഇത് ഇവിടെ ലീഡേഴ്സ് ഇവിടെ സൈദ മേഡം റെഡിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ അവിടെ സാധനങ്ങൾ അദ്ദേഹത്തിന് ബില്ലടിച്ച് കൊടുക്കാം. അല്ലാത്തവർക്ക് വേണേൽ റീറ്റെയിലും ചെയ്യാം. ബില്ല് വേണ്ടത് റീറ്റെയിൽ ചെയ്യാം. അപ്പോൾ എന്താ, അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കലി ടീമായിട്ട് വരും. ആ ടീം എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചോളം ജമ്മു കാശ്മീർ വരെ ആളുണ്ട്. എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അയാൾ ജമ്മു കാശ്മീർ പട്ടാളക്കാരനാണ്. അപ്പോൾ അയാൾ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് RCMൻ്റെ ഷോപ്പ് ഇടാൻ പോവുക ജമ്മു കാശ്മീർ. ഷോപ്പിൽ കമ്മീഷൻ ആയി കിട്ടും. പക്ഷേ അയാൾ അയാളുടെ ടീമിൽ വാങ്ങുന്ന സാധനത്തിൻ്റെ ഒക്കെ കമ്മീഷൻ എനിക്കും കിട്ടും. ഞാൻ അറിയാൻ പോലുമില്ല. അപ്പോൾ ആ ലെവലിലേക്ക് നിങ്ങൾക്കൊക്കെ 1 കൊല്ലം മതി വലിയ ലെവലെത്താൻ. സോറി മാഡം. താങ്ക് യു സാർ. എന്തായാലും സാറിന്റെ 2 ആളിനെയും ക്ലാസ് വളരെ ഇംപ്രസ്ഡ് ആണ്. കാരണം ഇൻ ബിറ്റ്വീൻ നമ്മുടെ മീറ്റിങ്ങിന് ഇടയ്ക്ക് പോയിട്ട് ന്യൂട്രിചാർജ് കിഡ്സും ന്യൂട്രിചാർജ് മെന്നും പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലാൻ ബുക്കും അവിടെ എടുത്തു വെച്ചിരിക്കുക മാമൻ. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടായിരുന്നു. ആര് പറഞ്ഞാലും കേൾക്കാന്ന് പറയാൻ പറ്റില്ല. അത് ഉടനെ തന്നെ അടുത്ത പേര് പറഞ്ഞുകൊണ്ടായിരിക്കും മാമൻ കേട്ട പാട്ടി കേൾക്കാതെ പറയുക. ആ പേര് മറക്കരുതല്ലോ. ന്യൂട്രിചാർജ് കിഡ്സും അവിടെ എടുത്തു വെച്ചു. പക്ഷെ ഇപ്പൊ എന്തോ അണ്ടർ മെയിൻ്റനൻസ് ആണ് നമ്മുടെ സൈറ്റ്, വർക്കാവുന്നില്ല. ബില്ലിംഗ് തൽക്കാലം പേപ്പറിൽ എഴുതി കൊടുക്കാൻ പറ്റും. പക്ഷെ അമ്മയ്ക്ക് ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ എടുത്ത് കൊടുക്കാം. അപ്പം എല്ലാവരും ഒരു റൈസ് ബ്രെയിൻ ഓയിലെങ്കിലും നിങ്ങൾ വാങ്ങിയിട്ട് പോകണം. കാരണം അത് വെറുമായിട്ട് കുടിക്കുക വളരെ നല്ലതാണ്. പല്ലുപോലെ തേക്കാനല്ലേ സാർ? പല്ല് തേക്കരുത്, തേക്കാതെ കുടിക്കാം. നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കാരണം പിന്നെ അവിലിന്റെ ടേസ്റ്റ് ആണ്. അവിൽ എന്താ ടേസ്റ്റ്? ഒരു ടേസ്റ്റും ഇല്ല. നല്ല ടേസ്റ്റും ഇല്ല, ചീത്ത ടേസ്റ്റും ഇല്ല. അതുകൊണ്ട് ധൈര്യമായി കുടിക്കാം. അപ്പൊ ഏതായാലും ഞാൻ 2 വാക്ക് പറഞ്ഞിരിക്കണം. പ്രിയമടത്തിന് കൂട്ടിയോളൂ ധൈര്യത്തിന്. കൺക്ലൂഡ് ചെയ്യല്ലേ എന്നിട്ട് ആദ്യത്തെ തവണയാണ് ഷോപ്പിന്റെ മീറ്റിംഗ് ഫസ്റ്റ് ടൈമാണ്. ഇനി വീക്കിലി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. സാർ ഉദ്ദേശിച്ച നമ്മൾ ഞായറാഴ്ചകളാണ് ഇതിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ടൈമും ആ ടൈമിൽ തുടങ്ങുന്നു, ടൈമിൽ അവസാനിപ്പിക്കുന്നു. ആ ലെവൽ ഇനി ഇന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെയല്ല, കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഇപ്പോൾ വന്ന ആൾക്കാർ ഓരോരുത്തരെയും കൂടി ഷെയർ ചെയ്യുക, കൊണ്ടുവരിക, വിജയിപ്പിക്കുക. താങ്ക് യു വെരി മച്ച്.